ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സൂററ്റ് വിഭജനം നടന്ന വർഷം. സൂററ്റ് വിഭജനം നടന്ന വർഷം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1907, ഓപ്ഷൻ ബി 1908, ഓപ്ഷൻ സി 1909, ഓപ്ഷൻ ഡി 1906. സൂററ്റ് വിഭജനം നടന്ന വർഷം ഏതാണ്? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1907 അല്ലെ. സൂററ്റ് വിഭജനം നടന്ന വർഷം ഏതാണ്? 1907 ആണ്. 1907. കോൺഗ്രസ് നേതാക്കൾ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. കോൺഗ്രസ് നേതാക്കൾ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനമാണ് ഇത് സൂററ്റ് സമ്മേളനം അല്ലെ. സൂററ്റ് വിഭജനം നടന്ന വർഷം ഏതാന്ന് പറഞ്ഞ് 1907 ആയിരുന്നു അല്ലെ. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു കേട്ടോ. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു സൂററ്റ് വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസ് നേതാക്കൾ മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനമായിരുന്നു സൂററ്റ് സമ്മേളനം അല്ലെ. ആ സൂററ്റ് സമ്മേളനത്തിലാണ് ഈ സൂററ്റ് വിഭജനം നടന്നത് അല്ലെ. അപ്പോൾ ഈ സൂററ്റ് വിഭജനത്തിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്? മിതവാദികൾ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ തീവ്രവാദി ഗ്രൂപ്പും ഉണ്ട്. കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ഇവർ 3 പേരായിരുന്നു കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കള്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പോൾ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കള് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ ആണ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സൂററ്റ് വിഭജനത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയന്ത്രണം മിതവാദികളിലായിരുന്നു. അതായത് മിതവാദി എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ വിഭാഗത്തിലായിരുന്നു എന്ത്? കോൺഗ്രസിന്റെ നിയന്ത്രണം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലക്നൗ സമ്മേളനമാണ് 1916. അപ്പോൾ സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ലക്നൗ സമ്മേളനമാണ് 1916. തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കൾ 3 പേരാണ്. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ അല്ലെ. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സൂററ്റ് വിഭജനത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയന്ത്രണം ആരുടെ കയ്യിലായിരുന്നു? മിതവാദികളുടെ കയ്യിലായിരുന്നു അതോ തീവ്രവാദികളുടെ കയ്യിലായിരുന്നു? മിതവാദികളുടെ കയ്യിലായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അപ്പൊ എന്താണ്? മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? The right answer is option A, സരോജിനി നായിഡു. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സരോജിനി നായിഡു ആണ്. ആരാണ് മുഹമ്മദ് അലി ജിന്ന? ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആരംഭിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മുഖപത്രം ഉണ്ടായിരുന്നു. ആ മുഖപത്രത്തിന്റെ പേര് ഡോൺ എന്നായിരുന്നു. അപ്പൊ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ ആരംഭിച്ചത് 1942. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആരംഭിച്ചത് 1906. അതിന്റെ മുഖപത്രമായ ഡോൺ എവിടെ ആരംഭിച്ചത്? ഡൽഹിയിൽ ആരംഭിച്ചത് 1942. ആ ഡോൺ പത്രം ആരംഭിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, അപ്പൊ ആ ഡോൺ എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദം, അതായത് 2 രാഷ്ട്രങ്ങൾ വേണം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1940 ലാഹോർ സമ്മേളനമാണ്. അപ്പോൾ ഉന്നയിച്ച മുസ്ലിം ലീഗ് നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ മെയിൻ നേതാവാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്.
മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിക്കുകയുണ്ടായി. 1946 ഓഗസ്റ്റ് 16 അത് ആചരിച്ചത്. ഡയറക്റ്റ് ആക്ഷൻ എന്നതിന്റെ മുദ്രാവാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു. മുസ്ലിം ലീഗ് വിമോചന ദിവസമായി ആചരിക്കുന്നത് 22 ഡിസംബർ 1939 അപ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ഡേ 1946 ഓഗസ്റ്റ് 16 വിമോചന ദിവസമായി ആചരിക്കുന്നത് 22 ഡിസംബർ 1939 അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് മുഹമ്മദ് അലി ജിന്ന. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്ന തന്നെയാണ്. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലും ആര് തന്നെയാണ്? മുഹമ്മദ് അലി ജിന്ന തന്നെയാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് അലി ജിന്ന. നമ്മൾ പറഞ്ഞു പാകിസ്ഥാന്റെ പിതാവാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയല്ല, അത് മുഹമ്മദ് ഇക്ബാലാണ്. മാറിപ്പോയത് കേട്ടോ. പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയാണ്, അതുപോലെ തന്നെ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ജിന്ന തന്നെയാണ്. എന്നാൽ പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. പാകിസ്ഥാന്റെ ദേശീയ കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാലാന്ന് പറഞ്ഞു. പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയാണെന്ന് പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ്. ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന, ഹിന്ദു മുസ്ലിം ഐക്യതയുടെ അംബാസിഡർ മുഹമ്മദ് അലി ജിന്ന തന്നെയാണ്. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധിയുടെ നാട് എന്നാണ്. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധിയുടെ നാട് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കാരം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കാരം ഏതാണ്? The right answer is option A, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കാരം. മിന്റോ മോർലി ഭരണ പരിഷ്കാരം. മിന്റോ മോർലി ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. മനസ്സിലായോ? മിന്റോ മോർലി ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. അതായത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ആദ്യമായി പ്രത്യേക മണ്ഡലം അനുവദിച്ച ഭരണ പരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണ പരിഷ്കാരം, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ മോർലിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരം അറിയപ്പെടുന്നതാണ് മിന്റോ മോർലി പരിഷ്കാരം. അവർ രണ്ടുപേരെ പേര് വെച്ചിട്ട് അല്ലെ. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ മോർലിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന പേരാണ് എന്ത്? മിന്റോ മോർലി ഭരണ പരിഷ്കാരം. അത് തുടങ്ങിയത് എപ്പോഴാണ്? 1909 അല്ലെ. മിന്റോ മോർലി ഭരണ പരിഷ്കാര പ്രകാരം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഒരു ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലേക്ക് 2 ഇന്ത്യക്കാരെയും നിയമിച്ചിരുന്നു. മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ച മിന്റോ മോർലി ഭരണ പരിഷ്കാരം വർഗീയതയ്ക്ക് കാരണമാവുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം. ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1945. ഓപ്ഷൻ ബി 1946. ഓപ്ഷൻ സി 1943. ഓപ്ഷൻ ഡി 1948. ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം ഏതാണ്? The right answer is option D, 1948. ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ട വർഷം ഏതാണ്? 1948. ഗദ്ദാർ പാർട്ടി അല്ലെ. ഗദ്ദാർ പാർട്ടി അത് രൂപീകൃതമായത് 1913 നവംബർ 1.
1913 നവംബർ 1-നാണ്. എന്താണ് ഗദ്ദാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഗദ്ദാർ അതായത് വിപ്ലവം എന്നാണ് അർത്ഥം. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിപ്ലവം എന്നാണ്. 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലാണ്. അത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ലാല ഹർദയാലാണ്. അതുകൊണ്ട് തന്നെ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാല ഹർദയാലാണ്. എന്നാൽ ലാല ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. പേര് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 നമ്മൾ പറഞ്ഞു. ഗദ്ദാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിപ്ലവമാണെന്ന് പറഞ്ഞു. ഗദ്ദാർ പാർട്ടി അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലാണെന്ന് പറഞ്ഞു അല്ലെ. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? ലാല ഹർദയാൽ തന്നെയാണ്. ലാല ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. എന്തായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം? ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം. ഗദ്ദാർ പാർട്ടിയോടനുബന്ധിച്ച് ഒരു വിവാദമായ ഒരു പരസ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പരസ്യമുണ്ട്. അതായത് ഗദ്ദാർ പാർട്ടിയിൽ അംഗത്വം നേടുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിച്ചൊരു പരസ്യമാണിത്. ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നതിന് ധീരരായ പട്ടാളക്കാരെ ആവശ്യമുണ്ട് എന്നതായിരുന്നു തലക്കെട്ട്. എന്താണ്? ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നതിന് ധീരരായ പട്ടാളക്കാരെ ആവശ്യമുണ്ട്. അത് കൊടുത്തതിന് ശേഷം ശമ്പളം എന്ന് കൊടുത്തിട്ട് മരണം എന്ന് കൊടുത്തിട്ടുണ്ട്. വില രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം, യുദ്ധരംഗം ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അതിന്റെ പരസ്യം. എന്താണ്? ഇന്ത്യയില് വിപ്ലവം നടത്തുന്നതിന് ധീരരായ പട്ടാളക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ശമ്പളം എന്താണ്? മരണമാണ്. വില രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം, യുദ്ധരംഗം ഇന്ത്യ എന്നായിരുന്നു ഗദ്ദാർ പാർട്ടി അന്ന് പുറത്തുവിട്ട അല്ലെങ്കിൽ അന്ന് പ്രസിദ്ധീകരിച്ച ഒരു പരസ്യം. എന്നാൽ ഗദ്ദാർ പാർട്ടി പിരിച്ചുവിടുകയുണ്ടായില്ലേ? എപ്പോഴാണ്? 1948 ഗദ്ദാർ പാർട്ടി എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ അടുത്ത വർഷം അല്ലെ 1948 ഗദ്ദാർ പാർട്ടി പിരിച്ചുവിട്ടത്. കാരണം എന്താണ്? ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതായിരുന്നു. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം 1947 കിട്ടിയപ്പോൾ ഗദ്ദാർ പാർട്ടി തൊട്ടടുത്ത വർഷം 1948 പിരിച്ചുവിട്ടു. അഞ്ചാമത്തെ ചോദ്യം, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി BR അംബേദ്കർ, ഓപ്ഷൻ ഡി VD സവർക്കർ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1917 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1917 ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ബീഹാർ ആണ് കേട്ടോ. ബീഹാറിലാണ് ചമ്പാരൻ ഉള്ളത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണല്ലോ ചമ്പാരൻ സത്യാഗ്രഹം. എന്തായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണം? എന്തായിരുന്നു? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. നമ്മൾ പറഞ്ഞു ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1917 അല്ലെ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ് അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ ആചരിച്ചത് എപ്പോഴാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ, അതായത് 2017 അല്ലെ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ഇന്ത്യ ആചരിച്ചിട്ടുണ്ടാവുക. ആറാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഏത് നിയമം പ്രകാരമാണ്? ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഓപ്ഷൻ ബി
1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി 1909 നിയമം. അപ്പോൾ ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം 1919 ആരംഭിച്ച മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം 1919 അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതിന് പിന്നോടിയായി ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് തൊട്ടടുത്ത വർഷം. നമ്മൾ പറഞ്ഞു 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു അല്ലെ. ആ 1919 ശേഷം 1920 ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. അതുപോലെ തന്നെ രാജ്യത്ത് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പും ദ്വിമണ്ഡല സമ്പ്രദായവും മുന്നോട്ട് വെച്ച നിയമവും ഏത് തന്നെയാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന എപ്പോഴാണ്? 1920 അല്ലെ. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം 1919 അത് അറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന എപ്പോഴാണ്? 1920. ഏഴാമത്തെ ചോദ്യം, റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 1919 മാർച്ച് 10, ഓപ്ഷൻ ബി 1919 മാർച്ച് 5, ഓപ്ഷൻ സി 1919 ഏപ്രിൽ 10, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് റൈറ്റ് ആൻസർ? റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? ദ റൈറ്റ് ആൻസർ ഈസ് 1919 മാർച്ച് 10. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 1919 മാർച്ച് 10. എന്താണ് റൗലറ്റ് ആക്ട്? വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിയമമാണ് റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിയമമാണ് ഏത്? റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം. അത് നിലവിൽ വന്നത് എപ്പോഴാണ്? 1919 മാർച്ച് 10. റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അത് അങ്ങനെ ആരാണ് വിശേഷിപ്പിച്ചത്? മഹാത്മാഗാന്ധിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് ഏത്? റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. എന്നാൽ റൗലറ്റ് നിയമത്തെ പിന്തുണച്ചൊരു ഇന്ത്യക്കാരുണ്ടായിരുന്നു. അതാരാണ്? സി ശങ്കരൻ നായരാണ്. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാരാണ്? സി ശങ്കരൻ നായരാണ്. ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കാൽവയ്പായിട്ടാണ് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരത്തെ കാണുന്നത്. എന്താണ്? ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള ഒരു കാൽവയ്പായിട്ടാണ് റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരത്തെ കാണുന്നത്. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിൽ വെച്ചിട്ടാണ്. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെ വെച്ചിട്ടാണ്? ബോംബെയിൽ വെച്ചിട്ടാണ്. റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്ത വർഷം 1919 ഏപ്രിൽ 6. എന്താണ്? റൗലറ്റ് ആക്ടിനെതിരെ ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്ത വർഷം എപ്പോഴാണ്? 1919 ഏപ്രിൽ 6. ഈ ഹർത്താലിനെ റൗലറ്റ് സത്യാഗ്രഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് ഏത്? റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു അല്ലെ. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എവിടെയാണ്? അമൃത്സർ, പഞ്ചാബിലെ അമൃത്സർ വെച്ചിട്ടാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. വർഷം ഏതാണ്? 1919 ഏപ്രിൽ 13. അപ്പോൾ ഈ ഹർത്താൽ നടന്നിട്ട് 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് അല്ലെ. സെയ്ഫുദ്ദീൻ കിച്ലു അതുപോലെ തന്നെ ഡോക്ടർ സത്യപാൽ എന്ന 2 നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത്. എന്നാൽ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കുകയാണുണ്ടായത്. അങ്ങനെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ്. എന്താണ്? ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ്?
മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ആര്? ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം 1940 ജൂലൈ 31-നാണ്. നമ്മൾ പറഞ്ഞു റൗലറ്റ് നിയമത്തെ പിന്തുണച്ചൊരു മലയാളി ഉണ്ടായിരുന്നു അല്ലെ? ആരാണ്? സി ശങ്കരൻ നായരായിരുന്നു അല്ലെ? എന്നാൽ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല റൗലറ്റ് ആക്ട് എന്നുള്ളത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി തീരുന്ന ഒരു നിയമമായി മാറുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. ചോദിക്കാറുണ്ട് കേട്ടോ, ജൂനിയർ ഇൻസ്ട്രക്ടറിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവാണ് മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ ആ ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയത് മഹാത്മാഗാന്ധിയാണ്. സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ബ്രിട്ടീഷുകാരുടെ തന്നെ രണ്ട് അഭിപ്രായങ്ങളായിരുന്നു ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ കുറിച്ച്. അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, എന്നാൽ അതിനെ എതിർക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാളാണ് ഡേവിഡ് കാമറൂൺ. അതായത് ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം അല്ലെങ്കിൽ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പോൾ ലജ്ജാവഹം അല്ലെങ്കിൽ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഡേവിഡ് കാമറൂൺ ആണ്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. എട്ടാമത്തെ ചോദ്യം, 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്? 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാനം അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി വിജയരാഘവാചാരി, ഓപ്ഷൻ ഡി CR ദാസ്. ആരാണ് 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്? The right answer is ഓപ്ഷൻ എ ഗാന്ധിജി. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ലാലാ ലജ്പത് റായും അതുപോലെ തന്നെ വിജയരാഘവാചാരിയും CR ദാസും നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ് എന്നും ഓപ്ഷൻ സി വിജയരാഘവാചാരി എന്നും ഓപ്ഷൻ ഡി CR ദാസ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. ലാലാ ലജ്പത് റായ് ആരാണ്? 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ലാലാ ലജ്പത് റായ്. അതുപോലെ തന്നെ വിജയരാഘവാചാരിയോ 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ്. അപ്പോൾ 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? വിജയരാഘവാചാരിയാണ്. അതുപോലെ തന്നെ CR ദാസ് ആരാണ്? നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളിൽ ഒരാളാണ് CR ദാസ്. നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളിൽ ഒരാളാണ് ആര്? CR ദാസ്. ബാക്കിയുള്ളവരാരൊക്കെയാണ്? 3 പേരാണ് നിർത്തലാക്കിയത് കേട്ടോ. അതിൽ ആദ്യത്തെ ആള് CR ദാസ് ആണ്, രണ്ടാമത്തെ ആള് മോത്തിലാൽ നെഹ്റു ആണ്, മൂന്നാമത്തെ ആള് രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് തങ്ങളുടെ വക്കീലഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. അത് ആരംഭിച്ചത് 1920 കേട്ടോ. എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഏത്? നിസ്സഹരണ പ്രസ്ഥാനം. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ആരൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ബാസന്തി ദേവി, അതുപോലെ തന്നെ ഊർമിള ദേവി. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ആരൊക്കെയാണ്? ബാസന്തി ദേവി, അതുപോലെ തന്നെ ഊർമിള ദേവി. 9ാമത്തെ ചോദ്യം, അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത്? അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ശിവസ്വാമി അയ്യർ, ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന,
ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണോ, ശിവസ്വാമി അയ്യറാണോ, മുഹമ്മദ് അലി ജിന്നയാണോ, ജവഹർലാൽ നെഹ്റു ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ശിവസ്വാമി അയ്യർ. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ശിവസ്വാമി അയ്യർ ആണ്. എന്താണ് സൈമൺ കമ്മീഷൻ? 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടു. അതിനാൽ 1927 സെപ്റ്റംബറിൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് സർ ജോൺ സൈമൺ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ നിയമിക്കാനുണ്ടായത്. ആ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന്റെ പേരാണ് സൈമൺ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 1927 നവംബറിലാണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷനിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ 7 പേരിൽ ഒരാൾ പോലും ഇന്ത്യക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുണ്ടായത്. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമായിരുന്നു. 1927 മദ്രാസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ ഒരു പ്രക്ഷോഭം നടക്കുകയുണ്ടായി. ആ പ്രക്ഷോഭം നയിച്ചത് ടി പ്രകാശം ആണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ചൊരു നേതാവുണ്ട്. ആ നേതാവ് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ലാത്തി ചാർജിന് നമ്മൾ പറഞ്ഞു സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിലെ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ് എന്ന് പറഞ്ഞു അല്ലെ. ആ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് സാൻഡേഴ്സൺ. എന്നാൽ സാൻഡേഴ്സൺ വധിക്കപ്പെട്ടു. സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഓക്കെ, അപ്പൊ സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ചു നടത്തിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. അപ്പോൾ 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യമാണ് എന്ത്? സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആരാണ്? യൂസഫ് മെഹ്റലി ആണ് കേട്ടോ. നമ്മളിപ്പോൾ സൈമൺ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സർ ജോൺ സൈമൺ ആണ് അല്ലെ. സൈമൺ കമ്മീഷൻ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 പേരെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു. കാരണം എന്താണ്? ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമല്ലായിരുന്നു. 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1927 മദ്രാസ് സമ്മേളനമായിരുന്നു അല്ലെ. മദ്രാസ് സമ്മേളനത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു അല്ലെ. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരായ പ്രക്ഷോഭം നയിച്ചത് ആരാണ്? ടി പ്രകാശം. സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവ് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ആ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? സാൻഡേഴ്സൺ ആണ്. സാൻഡേഴ്സിനെ വധിച്ച നേതാക്കൾ ആരൊക്കെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു അല്ലെ. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആരാണ്? യൂസഫ് മെഹ്റലി ആണ്. ക്ലിയർ അല്ലേ സൈമൺ കമ്മീഷനെ കുറിച്ചിട്ട്? അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ BN റാവു, ഓപ്ഷൻ ബി വിത്തൽ ഭായ് പട്ടേൽ, ഓപ്ഷൻ സി മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ ഡി MN റോയ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? The right answer is MN റോയ്. ഓപ്ഷൻ ഡി is the right answer. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? MN റോയ് ആണ്. MN റോയ് ഓർമ്മയുണ്ടോ? MN റോയ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ MN റോയ് 1857 വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഫ്യൂഡൽ റിവോൾട്ട് എന്നാണ്. 1857 വിപ്ലവത്തെ കുറിച്ച് MN റോയ് പറഞ്ഞത് എന്താണ്? ഫ്യൂഡൽ റിവോൾട്ട് എന്നാണ്. പീപ്പിൾ പ്ലാൻ എന്ന കൃതിയിലാണ് MN റോയ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ്? 1857 വിപ്ലവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഫ്യൂഡൽ റിവോൾട്ട് എന്ന്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? MN റോയ് ആണ്.
ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള PYQ സീരീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സൈമൺ കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എപ്പോഴാണ്? 1919 അല്ലേ. അതിന് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ് അല്ലേ. റൗലറ്റ് നിയമം എപ്പോഴാണ്? 1919 മാർച്ച് 10 അല്ലേ. അതുപോലെ തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തെ കുറിച്ച് പറഞ്ഞു. എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലേ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേണോ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.